ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഹൽദി പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും റെഡിയായി കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുവാണ്. ഇത് വിളവന വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ രാവിലെ അക്കരെ വീട്ടിൽ പോയി അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചു. അവിടെ ദക്ഷിണോറപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അവിടെ നിന്ന് നേരെ ഇവിടെ ബസ് വരുന്നത്. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. എൻ്റെ കൊച്ചപ്പച്ചി അരുഞ്ചിട്ടപ്പൻ്റെ കൂടെ കാറിൽ പോകാനായിട്ട് ഇറങ്ങുക. നാത്തൂനായിട്ട് നിൽക്കുന്ന കൊച്ചപ്പച്ചയാണ്. അപ്പം ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ, ഞങ്ങളിപ്പോൾ ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നൈസിട്ട് ഇറക്കാമെന്ന് വെച്ചാൽ. ഇതാണ് നമ്മുടെ ബസ്. ഇത് ചെറുക്കൻ്റെ അനിയനാണ്, അജി ഷീറ്റപ്പ്. അപ്പം ഞങ്ങളെല്ലാവരും വണ്ടി കയറി. അപ്പം വേണുവാൻ മാത്രം കയറിയില്ല. അപ്പം വേണുവാവനെ തപ്പിക്കൊണ്ടിരിക്കുക, എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും തൻ്റെ ബസ്സിൽ കയറി. നമുക്ക് പിന്നെ സെപ്പറേറ്റ് ബസ്സായിരുന്നു. നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു ബസ്സിനകത്തിലാണ് കയറി. കാരണം വൈബ് അടിക്കണ്ടേ, ചിറ്റപ്പൻ്റെ കല്യാണമല്ലേ ഗൈസ്. അപ്പോൾ വൈബ് അടിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബസ്സിലാണ് കയറിയത്. അപ്പം അതാണ്ട് വേണുവാൻ വന്നു. വേണുവാന് സ്പെഷ്യൽ എൻട്രി ആയിരുന്നു. എല്ലാവരും കൂടെ കൈയൊക്കെ അടിച്ച് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇതാണേ മാളവി ചേച്ചി. അപ്പം ഞങ്ങൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം ചേച്ചിയെ ഞങ്ങൾ ഈ ബസ്സിനകത്തിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം ഒരേ വൈബായതുകൊണ്ട് എൻഗേജ്മെൻറ്റിന് എല്ലാവരും കൂടെ വന്ന് അന്നേ ഞങ്ങൾ ഇതുപോലെ ബസ്സിനകത്ത് കിടന്ന് ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അന്നേരം കാറിലായിരുന്നു. എനിക്ക് എല്ലാവരും കൂടെ പണി തന്നു. അപ്പം പിന്നെ ആ ഒരു ഇത് മാറ്റാനായിട്ട് ഈ പ്രാവശ്യം കാർ എടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും കൊണ്ട് കാർ എടുപ്പിച്ചിട്ടില്ല. എല്ലാവരും ബസ്സിലായിരുന്നു. അങ്ങനെ ഇതാണ് ചിറ്റപ്പൻ്റെ മോനെ ആദ്യം. അപ്പോൾ അവന് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു അവിടെ. അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെല്ലാവരും പിന്നെ നല്ല വൈബായതുകൊണ്ട് നമ്മളെല്ലാവരും ഫുൾ സെറ്റാണ്. അങ്ങനെ പാട്ടും മേളവും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും സന്തോഷിച്ചിങ്ങനെ പോവാണ്. ഞങ്ങൾ AC ബസ്സാണ് എടുത്തത്. അതാ ഇങ്ങനെ ധൈര്യത്തോടെ കിടന്ന് തുള്ളുന്നത്. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മേക്കപ്പൊക്കെ ഒലിച്ച് ഒരുവിധമാകും. എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ അങ്ങനെ ആയിരുന്നു. ഞാൻ മാത്രം കാറിലായതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് അങ്ങ് ചെന്നു. ബാക്കി എല്ലാവരും വിയർത്തൊലിച്ചാണ് വന്നത്. അപ്പം എന്താണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് എൻട്രി. അപ്പോൾ ഇത് ഉഷയപ്പച്ചി റീനൊക്കെ ചുമ്മാ എല്ലാവരും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ട് ചിറ്റപ്പ ചോദിക്കാതെ വ്ളോഗ് അതുപടി ഇതൊക്കെ ചോദിക്കുക വേണ്ട നിത്യ കുഞ്ഞമ്മ. അപ്പം ഞങ്ങളെല്ലാവരും ഇനി അകത്തല്ല ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു. വെളി നിൽക്കാൻ പറ്റത്തില്ല ഗൈസ്, ഭയങ്കര ചൂടാണ്. ഇത് എൻ്റെ അമ്മയുടെ അനിയത്തി നാത്തൂനും പിന്നെ അനിയത്തിയുടെ മോളുമാണ്. അവരും ഇടയ്ക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിലുള്ള സാറാണ്, വിജയ സാറെന്ന് പറയും. അങ്ങനെ ഏതാണ്ട് എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇത് ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയത്. ഇതെല്ലാം നമ്മുടെ കുടുംബക്കാരാണ് കേട്ടോ. ഇത് എൻ്റെ വേറൊരു ചിറ്റപ്പൻ്റെ വൈഫും മോനുമാണ്, ശോഭക്കുഞ്ഞമ്മ മോനും സഹർഷ് മോൻ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ചിറ്റപ്പൻ്റെ അനിയൻ്റെ വൈഫ് അരുണക്കുഞ്ഞമ്മ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അമ്മു ചേച്ചി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സാൻവി, അരുണക്കുഞ്ഞമ്മയുടെ മോളാണ് സാൻവി. ഇങ്ങനെ നല്ല സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ആളുകളൊക്കെ വന്ന് കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് പേരൊക്കെ വെളിയിൽ, പെണ്ണും ചെറുക്കനൊന്നും ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ഉദ്ദേശിച്ച് അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. എല്ലാവരും വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ. സമയമുണ്ടല്ലോ ഇതിനൊക്കെ കയറുന്നതിനുമൊക്കെ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഭയങ്കര വെയിലായിരുന്നു ഗ്യാസ്, വെളിയിൽ ഭയങ്കര വെയിൽ, ആർക്കും നിൽക്കാൻ വയ്യായിരുന്നു. അങ്ങനെ എന്താണ്ട് പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് പോവാന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ട് നമ്മളെ സ്വീകരിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തത്. പിന്നെ ഇവർക്ക് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ചടങ്ങുകളൊക്കെ. അപ്പം ആദ്യം പൂജയൊക്കെ ചെയ്ത് പിന്നെ പെണ്ണിന് പുടവ കൊടുത്തിട്ടാണ് അത് മാറി, ആ ഡ്രസ്സ് മാറി ആ സാരി പുടവ കൊടുത്തുകൊണ്ട് വേണം പിന്നെ താലി കെട്ടുന്നതൊക്കെ. എല്ലാ കല്യാണത്തിലും ഓരോരോ ചടങ്ങുകളാണ് ഗൈസ്. എന്തെല്ലാം ചടങ്ങുകളാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ വേണ്ട പുടവയൊക്കെ വാങ്ങിച്ച് വേണ്ട മാറാനായിട്ട് പോവാണേ. അപ്പം ഞങ്ങളും അവിടെ നിന്ന് കൺഫ്യൂഷൻ അടിക്കുക, നമ്മൾ നിൽക്കണോ അതോ പോകണോ, അവരുടെ കൂടെ പോകണോ വേണ്ടായോ എന്ന്. അങ്ങനെ അവർ ഒന്നായിരിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നൊരു കല്യാണമായിരുന്നു ഇത്. അത്രയ്ക്ക് എന്താ പറയുക, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു. നമ്മുടെ കുടുംബം ഫുള്ള് എല്ലാവർക്കും അതുപോലെ കാര്യം ചിറ്റപ്പന്. അങ്ങനെ വേണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് അപ്പം പിന്നെ ഫോട്ടോ എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ, ഞാൻ, പപ്പ, ചേട്ടന്, മമ്മി, ഞങ്ങളെല്ലാവരും കൂടെ നിന്നെടുത്ത്. അടുത്തത് പിന്നെ വേണ്ട വേണുമാവനും ഉഷയപ്പച്ചിയും അപ്പൂപ്പനും ഉണ്ണിച്ചിറ്റപ്പനും റീനക്കുഞ്ഞമ്മയും ലക്ഷ്മിയൊക്കെ. പിന്നെ ഇത് നമ്മുടെ വിളവനാലെ ഫാമിലിയാണ്, എല്ലാവരും ഉണ്ട്. അംഗസംഖ്യ അവിടെയാണ് കേട്ടോ കൂടുതൽ. ചിറ്റപ്പന്മാർ, രണ്ട് ചിറ്റപ്പന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, പിന്നെ കൊച്ചപ്പച്ചി, മാമന്, സതീശ് മാമന്, അപ്പൂപ്പന്, അങ്ങനെ എല്ലാവരും
അടുത്തത് മധുരം കൊടുപ്പെന്ന് പറഞ്ഞ ചടങ്ങായിരുന്നു. അപ്പം എല്ലാവരും ചെറിയൊരു റൂം, അവിടെ ക്യാമറാമാന്മാരും എല്ലാവരും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എങ്ങനെ ക്ലിപ്പ് എടുക്കാമെന്നും പറഞ്ഞിട്ടേക്കും. അന്നേരം നോക്കിയപ്പോൾ അവിടെ ഒരു കണ്ണാടി, എന്നാൽ പിന്നെ അതിൽ കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ പക്ഷേ അതിനകത്തിൽ കൂടെ കിട്ടുന്നില്ല അവർ. ഞാൻ പിന്നെ എങ്ങനെയോ നുഴഞ്ഞ് ഞാൻ ക്യാമറമാൻ്റെ അടുത്തേക്ക് അവരുടെ സൈഡിലോട്ട് തന്നെ അങ്ങ് എത്തി. അപ്പം പിന്നെ അവിടെ നിന്നപ്പം നല്ലപോലെ കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ കൊച്ചപ്പച്ചിയാണേ കൊടുക്കുന്നത്, നാത്തൂവിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പം കൊച്ചപ്പച്ചി ആദ്യമേ വായി വെച്ച് കൊടുക്കുക. കുഞ്ഞമ്മയ്ക്കും കൊടുത്ത് ചിറ്റപ്പനും കൊടുക്കുക. കുഞ്ഞമ്മയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, കുഞ്ഞമ്മയുടെ പേര് ദീപ്തി എന്നാണ്. അങ്ങനെ ആദ്യം കൊച്ചപ്പച്ചി കൊടുത്തു. അടുത്തതാണ്ട് ദീപ്തി കുഞ്ഞമ്മയുടെ നാത്തൂനാണ്, ആങ്ങളയുടെ വൈഫാണ്. അപ്പം പുള്ളിക്കാരിയും കൊടുത്തു, 2 പേർക്കും മധുരം കൊടുത്തു. അടുത്തത് ഇനി മമ്മിയുടെ ഊഴമാണ്. അപ്പം മമ്മിയും മധുരം വെച്ച് കൊടുത്തു, 2 പേർക്കും കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല വിശപ്പായി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കഴിക്കാനായിട്ട് പോയി. കഴിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തു. അങ്ങനെ തന്നെ ലക്ഷ്മി വേണുവാനെയൊക്കെ വിളിച്ച് കാണിക്കുക, അതാണ്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ മമ്മിയെ വിളിച്ച്, മമ്മിയും പപ്പായെ തന്നെ തട്ടി വിളിക്കുക, ദേ നോക്കൂ വീഡിയോ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ വേണ്ട ഇവരിറങ്ങുകയാണ്. ഇവിടെ അവരെ ഇറങ്ങാൻ നേരത്താണ് വിളക്കൊക്കെ കൊടുക്കുന്നത്. നമുക്ക് പലതും പലയിടത്തും പല രീതിയാണ്. ഇവർക്ക് ചിലത് മണ്ഡപത്തിൽ വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ ഇറങ്ങാൻ നേരത്ത് കാറി കയറുന്നതിന് മുന്നേ അതായത് വിളക്കൊക്കെ കൊടുക്കണം. അങ്ങനെ ദീദി കുഞ്ഞമ്മയുടെ അമ്മയാണ് അത്. അമ്മയും പറയും നിൽക്കുന്നത് ആങ്ങളെയാണ്. അങ്ങനെ അവർ വിളക്കൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വെച്ചു. അവരും ഇറങ്ങി, ഞങ്ങളും അതിൻ്റെ തൊട്ട് പുറകെ ഞങ്ങളും ഇറങ്ങി കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, വണ്ടി കയറി പിന്നെ അങ്ങോട്ട് തുടങ്ങി അതിൻ്റെ രാവിലത്തെ ബാക്കി. ഇത് ചിറ്റപ്പനാണ്, കുഞ്ഞമ്മയും ചിറ്റപ്പനും, അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും മോളുമാണ് അത്. അപ്പം ചിറ്റപ്പനൊക്കെ നമ്മൾ നല്ല കട്ട വൈവ, പുറത്തിരിക്കുന്ന മാമിയെ. അങ്ങനെ ഞാനും ചിറ്റപ്പനും കൂടെ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കളിക്കും. അപ്പം പിന്നെ അവസാനമായപ്പം പിന്നെ എല്ലാവരും അങ്ങ് ഇറങ്ങി. എല്ലാവരും വരുന്നില്ല, എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. മാമന്, ചിറ്റപ്പന്മാർ, അങ്ങനെ എല്ലാവരും ചേട്ടന്മാർ, അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര കളിയെന്ന് വെച്ചാൽ ഭയങ്കര കളിയായിരുന്നു. കാരണം ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പം എല്ലാവരും വരുമ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് ഗൈസ്. പിന്നെ ഇതുപോലൊക്കെ ഇനിയും വേണമെങ്കിൽ ഇനി അടുത്ത ആരുടെയിലൊക്കെ കല്യാണം വേണം. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഉള്ള ക്ലിപ്പ് ഇതൊന്നും അല്ല ഗൈസ്, അതൊക്കെ നിങ്ങൾ കണ്ടാൽ സഹിക്കില്ല. അതുപോലെ ഞങ്ങളങ്ങ് ആസ്വദിച്ചങ്ങ് ഇതാവുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഞങ്ങൾ എത്തുന്നതിനേക്കാട്ടിലും മുന്നേ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുക്കനും പെണ്ണും. അപ്പോൾ അവർ കയറുന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അവർ കയറി, അകത്ത് കയറി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഭയങ്കര മഴയായിരുന്നു ഗൈസ്. നാണ്ട പന്തലിനകത്തെല്ലാം വെള്ളം കയറി. പിന്നെ അതൊക്കെ ചിറ്റപ്പൻ സെറ്റാക്കി. വൈകിട്ട് തന്നെയായിരുന്നു റിസപ്ഷൻ. അപ്പം എന്തോ ആവും, അവർ വരുമ്പോൾ എന്തോ ആവും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു.